ഇന്ന് കൊടിയേറ്റം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഗാനമേളയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കാവിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ചു. എന്നിട്ട് പരിപാടി നടക്കുന്ന അങ്ങോട്ടേക്ക് പോകുന്നു. രണ്ടും തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് വന്നാലോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് ഗാനമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ അവിടെ പോയി നിൽക്കുകയും ചെയ്ത്. അപ്പോഴേക്ക് ഋതു വന്നു. അപ്പോൾ അത് അനാമിൻ്റെ ലൈറ്റ് കത്തുന്ന വാച്ച് കാണിച്ചു തരുമായിരുന്നു. ഇതിങ്ങനെ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാം. അപ്പോഴേക്കും അടുത്ത ആൾ വന്നു, തേജ. അങ്ങനെ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ വരാൻ തുടങ്ങിയതോടെ എല്ലാവരും മെല്ലെ മെല്ലെ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ മെലഡി സോങ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു. പിന്നെ പാട്ടിൻ്റെ ഗതി മാറിയതോടുകൂടി എല്ലാവരും തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. റമീസ് റിയാന. നമുക്കൊന്നുകൂടി പാടിയാലോ? പവർ പോരാ, എല്ലാവരും ചേർന്ന് ഉഷാറായിട്ട്. അടിപൊളി. താങ്ക് യു.
കഴിക്കാനായിട്ട് പോയി 3-4 ഐസ്ക്രീമും മാംഗോ ബാറൊക്കെ വാങ്ങി. കാവിൻ്റെ അവിടെ തന്നെ പോയി ഇന്നലത്തെ അതേ സെയിം പ്ലേസ് ഇപ്പോൾ അവിടെ ഇരുന്ന് ഐസ്ക്രീം ഒഴിച്ചു. പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റത്തെ ആ ഒരു ചെയിൻ സോങ് ആണ്. ഇതോടുകൂടി പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. പതിനൊന്നര ആവാറായപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിയാറായിട്ടുണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. കാവിൻ്റെ തൊട്ട് മുന്നിലത്തെ വീടായത് ഫുള്ളൊക്കെ ഇതിങ്ങനെ ലൈറ്റപ്പ് ചെയ്തിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഗാനമേളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പാട്ടും പാടി വൈബടിച്ച് നടന്നൊരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.